ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഓട്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 2-3 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി വേണം. പിന്നെ ഒരു 1 ടീസ്പൂണ് പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അധികം പൊടിയാക്കിയിട്ടില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുത്തുമുളക്, പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇത് ഞാൻ ജസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഒരു ബൈൻഡിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പിടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവരുത്. ഞാനൊരു ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മിങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ആ രീതിയിൽ കിട്ടുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അതല്ലെങ്കിൽ കുത്തുമുളകിൻ്റെ അതല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് ബാറ്റർ എടുത്ത ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പരിപ്പടക്കൊക്കെ ഷേപ്പ് ചെയ്യണ ആ ഒരു രീതിയിൽ. പിന്നെ ഇത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് കൊടുക്കരുത്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ ഉള്ളിൽ കുക്കാവില്ല, പുറം പെട്ടെന്ന് തന്നെ കളറും ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ഓട്സ് വട റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിതിൽ മാറ്റി കൊടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ അധികം കനത്തിൽ ഷേപ്പ് ചെയ്തെടുക്കേണ്ട. ഇത് ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്സ് കൊണ്ടുള്ള നമ്മുടെ വട തയ്യാറായിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്